ദൈവം വിശ്വസ്തൻ. പക്ഷെ ഒരു കാര്യം, നീ വേർപാട് പാലിക്കണം. കാണുന്നതിനകത്തെല്ലാം ചെന്ന് നീ തലയിടരുത്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകരുതെന്ന്. അത് ഞാൻ കടമെടുത്ത് പെന്തിക്കോസുകാരോട് പറയാ, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പെന്തിക്കോസുകാര്. നീ 28 കണ്ടിനും പോയി, മാമോദിസയ്ക്കും പോയി, ആണ്ടിയാത്തത്തിനും പോയി, അടിയന്തരത്തിനും പോയി, നെയ്യപ്പവും തിന്ന് അവിടെ അങ്ങ് നടക്കുക. ഉണ്ണിയപ്പവും തിന്ന് ഇവിടെ അതൊന്നും എനിക്ക് വിഷയമല്ലല്ലോ. ഇത് ഗുണമാകുന്നതല്ലേ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഓണക്കളിക്കും പോയി, ക്രിസ്തുമസിന്റെ കേക്ക് മുറിച്ച്, ഈസ്റ്ററിന് അപ്പവും താറാവ് കറിയും തിന്ന് പെന്തിക്കോസ. മനസ്സിലാകുന്നുണ്ടോ? നീ കബഡി കളിക്കാനും പോയി, വടം വലിക്കും പോയി, തുമ്പി തുള്ളാനും പോയി, അയൽക്കൂട്ടത്തിന്റെ തിരുവാതിര, അതിന് നീ സെറ്റ് സാരി കൊടുത്തോണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല, സകല കേസിനകത്ത് നിന്നെ കാണാം. കൊടിയും പിടിച്ചോണ്ട് അവരുടെ കൂടെയും പോയി. ഏത് കൊടിയാ എവിടാന്ന് എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കരുത്. നീ ഒരു കാലത്തും രക്ഷപ്പെടുകയല്ല. പക്ഷെ നീ വേർപാട് പാലിച്ചാൽ, നീ പ്രമാണത്ത് നിന്നാൽ, ഈ ദേശത്ത് ദൈവം നിന്നെ ആദരിക്കും. ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നീ സഭായത്തിന് കൃത്യം വരികയല്ലോ. ഹോളുണ്ട്, പഴയ ഹോൾ. നീ 10 മണിക്കാ സഭായ, നീ വരുവോ? നീ 11 പമ്മി വരിക, പന്നിയും പിള്ളേരും വരും പോലെ. നിങ്ങളുടെ കാര്യമല്ല ഈ പറഞ്ഞ, അങ്ങനെ വരുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ 10 വരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ. അല്ലെങ്കിലാ 10 സഭായെങ്കിൽ നീ 9:30 വന്ന് മുട്ടയിലിരിക്കണം. സ്തോത്രം. പിള്ളേരെ സൺഡേ സ്കൂളിന് വിടുകയല്ലോ. 3 കുറ്റി പുട്ടും 2 ഏത്തക്കാഴും 2 കോഴിമൊത്തം കഴിക്കണമെന്ന് അവൻ കഴിച്ചു പറഞ്ഞു, ഞാൻ സഭായത്തിന് വരുന്നില്ലെന്ന്. എന്നാ ഇവിടെ ഇരുന്നോണം, ഞങ്ങൾ പോയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ രക്ഷപ്പെടും? സന്ധ്യാകുമ്പോൾ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? TV അങ്ങ് വെക്കും. ഇപ്പൊ പിന്നെ TV യിൽ എല്ലാവരുടെ കൈ സാധനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തള്ള അടുക്കളയിലിരുന്ന് കാണുന്നു, ചെറുക്കം മുറിക്കകത്തിരുന്ന് കാണുന്നു. എന്തുവായി കാണുന്നെന്നുള്ളതാ. അപ്പൻ റോഡ് നിൽക്കുക. എന്തുകൊണ്ട് വിശേഷം? തങ്കച്ച, നീ സന്ധ്യക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. നീ മൊബൈലുമായിട്ട് നിന്നെ പാമ്പ് കൊത്തും ഈ സന്ധ്യക്ക് പരിയമ്പറത്തൂടെ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നീ സന്ധ്യയാകുമ്പം വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയും പിള്ളേരെയും അപ്പനും അമ്മയും വീട്ടിൽ ആരൊക്കെ അങ്ങോട്ട് മുഴങ്കാലിരുന്ന് പാട്ട് പാടി ആത്മാവി നിറയണമെന്ന്. നീ 10:30 തള്ളി വരുവാ. 2:30 അരിയുടെ ചോറും അങ്ങ് തിന്നും, അതിനടുത്ത് കൂട്ടാനും 4 ഏമ്പൊക്കെ ഒന്നാണ്ട് മലന്ന് കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേരെ വിളിക്കേണ്ട ഒരു കാര്യവും ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ തന്നെ വന്നാലേ ഒക്കെ ഉള്ളു. ബാക്കി എല്ലാവരും സ്റ്റാൻഡേർഡിൽ പ്രസംഗിത. ഇന്ന് രാത്രിക്ക് ജീസസ്, എനിക്കതൊക്കത്തില്ല. സ്റ്റാൻഡ് നമുക്ക് ഇതില്ലാത്ത കൊണ്ടായി പറയുന്നത്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നീ വേർപാടും വിശുദ്ധിയും കാത്ത് വിശ്വസ്തരായി നിന്ന് നിത്യതയിലെത്തണം. അല്ലാതെ കുറെ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒന്നും എൻ്റെ ശുശ്രൂഷയൊന്നും ഇഷ്ടമല്ല. നിങ്ങളുടെ ചിലരുടെ മുഖമൊക്കെ ഞാൻ നോക്കണേ, എന്നെ ഇങ്ങനെ കട്ടിക്കിടിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞായിരിക്കുന്ന. നീ പിന്നീട് ഇരുന്ന് ചിന്തിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ ചിന്തിക്കും, എടാ അയാൾ പറഞ്ഞാ ശരിയെന്ന്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലടത്ത് എന്നെ വിളിക്കുമ്പോഴേ പറയാം, അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, വിളിക്കരുത്, ചുമ്മാ നമ്മളൂടെ നാണം കെടും. ഇന്നിപ്പം രാത്രി പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞല്ലേ അയാളെ വിളിക്കരുത്. ഇന്ന് പറയുമെന്നുള്ളതിന് സത്യം പറയാന്നേ രാത്രി എന്നെ ഫോൺ ചെയ്യണം. ഇതിനകത്തുള്ളവർ പറയും, പാസ്വേഡ് ഞാൻ അന്ന് പറഞ്ഞ അയാളെ വിളിക്കാം. അതിനാ നമ്മൾ വലിയ കൺവെൻഷൻ ഇല്ല, ചെറുതാന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയും പൊക്കമുള്ളതെന്ന് ഓർത്ത് എന്നിട്ടും അയാൾ പോയില്ല. അയാൾ പറഞ്ഞു ചെറുതിനും ഞാൻ വരുമെന്ന്. ഞാൻ ചെറുതിനും വലുതിനും എല്ലാം പോകും. 2 പേരെ ഉള്ളതിലും കാര്യം പറയാൻ പോകും. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, എല്ലാവരും അങ്ങ് കാണണം. പാടി പ്രാർത്ഥിച്ച് ഇവിടെ നരകത്തിൽ പോകരുതെന്ന്, നീ കുഴയരുതെന്ന്, നീ അങ്ങ് കാണണമെന്നായി പറഞ്ഞത്.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ആരംഭകാലത്ത് തീക്ഷ്ണതയോട് ഇവർ നിന്നവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാല് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഇവർ തീക്ഷ്ണതയോടെ ദൈവത്തെ സേവിച്ചു. എന്നാൽ കാലക്രമേണ കുറെ കാലങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ ആ ആരംഭകാലത്തെ ശൂരത്വവും വീര്യവും ദൈവകൃപയും ആ തീക്ഷ്ണതയെല്ലാം അങ്ങ് കുറഞ്ഞു. പണ്ട് എവിടെ യോഗമുണ്ടെങ്കിലും പോകുക, എത്ര നേരമുണ്ടെങ്കിലും അന്നൊക്കെ വീശിയാ കൈയടിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ബോട്ടിയട്ടിക്കവലെ കേൾക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞ അന്ന് മുമ്പേ പറഞ്ഞ പോയിന്റ് 10 യോഗം വന്ന് 8 മണിക്ക് എത്തും. പണ്ടൊക്കെ സഭായം കഴിഞ്ഞാൽ പരിശോധന ചെല്ലു പോകും. ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലഘുലേഖ കൊടുത്താ വരുന്നത്. ആരെ കണ്ടാലും സുവിശേഷം പറയും. തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശു രക്ഷിക്കും, യേശു വിടിവിക്കും, യേശു സൗഖ്യമാക്കും, യേശു പരിഹാരം തരും, യേശു രക്ഷകൻ. ഇതൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി. നമുക്ക് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് പാട്ടാ പാടണ്ടെന്നോ യോഗാരംഭ ഗീതമുണ്ട്. സന്ദർഭോചിതമായിട്ട് അതൊന്നും അറിയത്തില്ല. അടുത്ത സമയത്ത് എവിടെ ഒരു യോഗത്തിന് ചെന്നപ്പോഴാ പൊതുയോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. എവിടെ പൊതുയോഗം പ്രാർത്ഥിച്ചു കണ്ടപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരുമില്ല. ഇഷ്ടംപോലെ ആളിരിപ്പുണ്ട്, പാടുന്നില്ല. എന്നാ പാസ്റ്റർ പാടണ്ടേ? അല്ലെ സഭയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ആൾ പാടണ്ടേ? അല്ലെ ട്രഷാറ് പാടണ്ടേ? അല്ലെ കമ്മിറ്റി മൊത്തം കമ്മിറ്റിയാണല്ലോ, കമ്മിറ്റിക്കാർ പാടണ്ടേ? അതിലെ ഔദ്യോഗിക അങ്ങനെ പാസ്റ്ററുടെ ഭാര്യ പാടണ്ടേ? പിന്നെ ഒരു തള്ള അവിടെ ഇരുന്ന് പാടുക. ഒരു പൊതുയോഗം തുടങ്ങുക, തള്ള പാടുക. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ യോഗമായിട്ട് ഈ മലയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പറ. ഒലിവുമല അതിന് ഇവർക്ക് തന്നെ ഒരു യോഗം തുടങ്ങുക. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല. സ്തോത്രം. ഇനി മേൽ എന്നെ വിളിക്കുകയല്ല. ദൈവത്തെ ഓർത്ത് ആ പാവത്താനും ഒന്നും ചെയ്തേക്കരുത്. ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ നിന്റെ ഉരുട്ട് കണ്ണ്. സ്തോത്രം. ഒറ്റ ആഗ്രഹമുള്ളു, നിത്യതയിലെത്തണം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് തീക്ഷ്ണതയോടെ നിന്നവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവര് വളരെ ക്ഷീണിച്ചു, ആത്മീയത്തിൽ ക്ഷീണിച്ചു. ഈ ബോർഡും പേരും ഒക്കെ ഉള്ളു, ആത്മീയമില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവര് വളരെ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവിന് 2 വാക്യം വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യോ ക്ഷീണിച്ചതിന് തെളിവ്. 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇവര് മന്ദതയുണ്ടെന്ന, ക്ഷീണമായി, മന്ദതയായി. ഇനി 12, 12 വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ 2 വാക്യത്തിന്റെ വെളിച്ചത്തിൽ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞ ആത്മീകത്തിൽ ക്ഷീണിച്ചു. അല്ല, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും മന്ദതയും. ഇവര് ക്ഷീണിച്ച് തളർന്നു, വല്ലാതായി. അപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് വശം കെട്ട എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഒന്നുകൂടെ ശക്തീകരിക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പൊ ഇവർക്കൊരു ചിന്ത, ഞങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമായി. ആ പള്ളിയും പട്ടക്കാരെയും പുരോഹിതന്മാരെയും ആ യെരൂശലേം ദേവാലയം അമ്പരചുംബിയായ പള്ളിയും അതിന്റെ പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ചു വന്നത് അബദ്ധമായോ? അതെല്ലാം മണ്ടത്തരമായോ? അതെല്ലാം പോഷത്വമാണോ? ഈ ജാതികളുടെ ശ്രേഷ്ഠതയെല്ലാം വിട്ടേച്ച് വന്ന് കുത്തിയിരിക്കുന്നത് വിവരക്കേടാന്നുള്ള ചിന്ത അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അപ്പൊ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി എഴുതുക, നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് പോഷത്വമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കണ്ണിന് കാണുവാൻ കൗതുകമുണ്ടാക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആത്മക്കണ്ണ് തെളിഞ്ഞ ദൈവമക്കൾക്കറിയാം, അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രേഷ്ഠനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഏറെ നല്ലതെന്ന എന്ന് പറഞ്ഞാൽ വിട്ടതിനേക്കാൾ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നേക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓടിച്ച് മുമ്പോട്ട് പോകാം. ഓരോ അധ്യായവും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അഗരോനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. അവിടുന്ന് മാത്രമാണ് ശ്രേഷ്ഠൻ. മൽക്കീസേദെക്കിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് പ്രയോഗം പറഞ്ഞു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. വേറൊരു ഭാഗത്തൊരു പ്രയോഗം കൊണ്ട് നടത്തി, ഇവനത്ര മഹാനെന്ന് നോക്കാൻ. കാണാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അനുഭവിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു, അംഗീകരിക്കാൻ കൊള്ളാവുന്നവനാ യേശു ക്രിസ്തു. അവൻ സ്തോത്രം, അവൻ അനുധാവനം ചെയ്യാൻ പറ്റുന്നവനാ യേശു ക്രിസ്തു. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹിമയുള്ള, മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തു മാത്രം ശ്രേഷ്ഠൻ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവീൻ. വരുവീൻ വണങ്ങി നമസ്കരിപ്പീൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവീൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. ഓ ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. തിരുനാമമെന്നോർക്കും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്ക് പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. ഓ അവനെ ഒരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ,
ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നല്ല കർത്താവിനെ ഭജിക്കുവാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം, ഈ യേശുവിനെ ആരാധിക്കുവാനും അറിയുവാനും സ്നേഹിപ്പാനിടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ വാക്ക് പറഞ്ഞ ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. ഞാൻ ഇന്നും ഞങ്ങള് കൂടി വരുന്ന സഭയിൽ പറഞ്ഞു, പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതുപോലൊരു ചതിവ് ദൈവമേ. ഞാനിതിനകത്ത് വന്നിട്ട് 10-30 കൊല്ലമായി, ഇന്ന് വരെ തോന്നിയിട്ടില്ല മണ്ടത്തരമായെന്ന്. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. നേരത്തെ വരാ ഇരിപ്പ് കണ്ടാൽ ഞാൻ വെട്ടുകുഴിക്കകത്ത് ഈ മോന്തയൊക്കെ മതി, പക്ഷെ നല്ല സന്തോഷിച്ചിരിക്കണം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ, അതാ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. സ്തോത്രം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. നിർമ്മലന, വിശുദ്ധന, പരിശുദ്ധന, യാതൊരു ഊനമില്ലാത്തവനാ ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. 5-6 കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും യേശുവില്ലായിരുന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ദൈവത്തിന് മഹത്വം. അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തി 10-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. ഏകയാഗത്താൽ സദാകാലത്തേക്കും. ഷൂപാസ്റ്റേ ആ 10-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചോ, ഒന്ന് വായിച്ചേ. ഏതും മഹാവിരോധിനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ആ കൂടെ കൂടെ അങ്ങ് കഴുകുക. പരിഹാരം ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ചൊല്ലിയതാ, പരിഹാരം വന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം നീ ചൊല്ലിയതാ, നിരന്ന് നിന്നാ ചൊല്ലിയത്. കുഞ്ചായനെ മേളിലോട്ട് വിടണേന്ന്. ഇക്കൊല്ലം നിന്ന് നടപടിയുള്ള കേസല്ല. ഇത് കൂടെ കൂടെ കഴിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. അത് കാൽവറിയിൽ. ആമേൻ. ജീസസ്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ മരക്കുരിശും എടുത്ത് വീണും വേച്ചും മറച്ചും കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികളുടെ ദാക്ഷണ്യമില്ലാത്ത ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് മുതുക സങ്കീർത്തനക്കാരൻ ചൊല്ലിയിരിക്കുന്നത് ഉടുവനാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി ഓരോ അടിയടിച്ച് പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് അവിടുത്തെ തിരിശരീരത്തിൽ നിന്ന് ഇളകി മാറുക. എന്തിന്? ഞാനെന്തെങ്കിലും നീതീകരിക്കപ്പെടാൻ. മുൾക്കിരീടധാരിയായി ഞാൻ ആ മുള്ള ഇസ്രയേലിൽ പോയി കണ്ടതല്ല. ബഹുമാനപ്പെട്ട ബ്രദർ സഭയിലെ കോശി സാറ്, നമ്മുടെ മൈലപ്പറ, അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അറിവുള്ള ആളാ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിച്ചത് ഈ സെയിം മുള്ളാണ്. എത്ര നീളമുണ്ട് മുള്ളിന്. അതാ മുൾക്കിരീടം. അത് അവിടുത്തെ ശിരസിൽ അടിച്ചിറക്കി. ചിന്തകന്മാര് പറയുന്നത് മുള്ളകത്തോട്ട് ഇറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നു. സ്തോത്രം. ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് അവിടുത്തെ മുഖത്തെ രോമം ഓരോന്ന് പിഴുതെടുക്കുക. ഈ പച്ചമാംസത്തിൽ നിന്നാ പിഴുതെടുക്കുന്നത്. ചോര ഒലിച്ച് നീര് വെച്ച് വീർത്ത് വികൃതമായി. പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ചല്ലോ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി. മുൾക്കിരീടധാരിയായി മുഖത്തെ രോമം പിഴുതെടുക്കപ്പെട്ടവനായി കണ്ണ് മൂടിക്കെട്ടി കണ്ണത്തടിച്ചു. അടിച്ച് ആക്ഷേപിക്കുക. അന്നിനെ അടിച്ചതാരാന്ന് പറ. നീ എല്ലാം പറയുന്നയാളല്ലേ, അടിച്ചതാരാന്ന് പറ. കരുതി കൂട്ടി തുപ്പുക, കാർക്കിച്ച് അതിന് ദുർഗന്ധമേറും.
മുട്ടിയുരുട്ടി കുത്തി, ആക്ഷേപിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു, പീഡിപ്പിച്ചു. ഒടുവിൽ കുരിശുമരവും ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് നടക്കുക. ആ കാൽവറിയുടെ മുകളിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തും ക്രൂശിച്ചു, അവിടുത്തെയും ക്രൂശിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാനും നീയും നീതീകരിക്കപ്പെടാൻ, എന്റെയും നിങ്ങളുടെ പാപം പരിഹരിക്കാൻ, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ. സ്തോത്രം. മനസ്സോടെ ശ്യാമമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജ കാൽവറിയിലേക്ക് നോക്ക്. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജ നിനക്കീ വേദന വരുത്തി വെച്ചതി അയ്യോ നിനക്കീ വേദന വരുത്തി വെച്ചതു നീജൻ ഞാൻ. അയ്യോ മല്ല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞോ നീ ശാപതലയിൽ കൊണ്ടിടാൻ വലിമല്ലോ. അലിഞ്ഞു നിൻ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ. നന്ദി കെട്ട ഈ നരക അഗ്നിയിൽ നിന്നു നേടാൻ നന്ദി കെട്ട ഈ അഗ്നിയിൽ നിന്നു നേടാൻ മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി. ക്രൂശിൽ മരിച്ചു, അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. കൊരിന്ത്യാലേഖനത്തിലും മറ്റ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇപ്പോൾ സ്വർഗത്തിൽ ചെന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ ഭാഗമാണ് 19-ാമത്തെ വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദശകലത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനിയുമായി ചാട്ടെ പെട്ടെന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തി അവിടുന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും പതറി നിരാശപ്പെട്ട് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി അടുത്തു വാ. ഈ രാത്രി ഇവിടെ കൂടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഊന്നി പറയാൻ, ദൈവത്തോടും ദൈവവചനത്തോടും നിങ്ങൾ അടുത്തു വാ.
ഈ അടുത്ത് വരാൻ പൗലോസ് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ നിങ്ങൾ വരാൻ പറഞ്ഞു. നിങ്ങൾ അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, അകലം വിട്ട് നിൽക്കരുത്. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അടുത്ത് വാ. ആ പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതൊന്നുമല്ല. പഴയ വഴിയാണ് യഹൂദന്റെ വഴി. യഹൂദന്റെ വഴി ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ഇത് പുത്തൻ വഴിയാ. ആ പുത്തൻ വഴി നമുക്ക് ഒരുക്കപ്പെട്ടത് അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തിയ, അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അങ്ങനെ ഈ വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വാ. രണ്ട്, അടുത്ത് വരാൻ പറയാൻ കാരണം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വാ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യാം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം പക്ഷപാതം എന്ന് പറഞ്ഞാൽ, ഉറക്കെ പറ, എന്തോ അമ്മേ പക്ഷപാതം എന്ന് പറഞ്ഞ പക്ഷപാതം അതാ പക്ഷവാദം. വാദം പലതുണ്ട്. ചുടുവാദം, വെട്ടുവാദം, പിള്ളവാദം, ആമവാദം, രക്തവാദം, അത് വാദം. പക്ഷവാദം ഉറക്കെ പറ, ഉറക്കെ പറയാൻ. നടുക്കോ ഇടയ്ക്കോ എവിടെയും ആയിക്കോട്ടെ, പക്ഷപാതം എന്ന് പറഞ്ഞാൽ അതാ. നമ്മളൊരു പഴയ പാട്ട് പാടുകയല്ലേ, ദാതൻ സന്നിന്റെ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. എന്തുവാ ഈ പക്ഷപാതം? ഒറ്റവാക്കി പറയാം, പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? കർത്താവ് യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? പിതാവിന്റെ. എവിടെ? പിതാവിന്റെ സന്നിധിയിൽ, സ്വർഗത്തിൽ. അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ഓടിച്ചു നിർത്താം. യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇവരെ അടുത്തോട്ട് വിളിക്കുകയല്ലേ, അകലം നിൽക്കാതെ അടുത്ത് വാ. അടുത്ത് വരാൻ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ഒരു പുതിയ വഴി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരണം. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് ഒരുവൻ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് ക്രിസ്തു വാദിക്കുന്നതെന്ന് കൊല്ലാട്ടുകാർ പറഞ്ഞയച്ച് ഒക്കുന്നില്ലെങ്കിൽ ഓവറക്കാർ പറയും, അല്ലേ വെട്ടിയാറുകാര്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ചിനെയും തെളിയുമെന്നും. യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? വിളിക്കുമ്പോ വേറെ ജോലിയൊന്നുമില്ലല്ലോ വാദിച്ചോണ്ട്. യേശു ക്രിസ്തു സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നത്, പക്ഷം പിടിച്ച് വാദിക്കുന്നത്, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് എതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, എതിരാളിയാകുന്ന പിശാച്. അവനെപ്പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം അപവാദി. രാപകൽ തൻ്റെ വിശുദ്ധന്മാരെ പറ്റി അപവാദം പറയും. സഭയിലിരിക്കുന്ന പാസ്റ്ററെ പറ്റി അപവാദം പറയും. ഡിസ്ട്രിക്ട് പാസ്റ്ററോട് ചെന്ന് അപവാദം പറയും. അത് കഴിഞ്ഞ് ഓവർസിയോട് ചെന്ന് അപവാദം. അതിന് തന്നെ മെനക്കെട്ട് നടക്കുന്ന ചില മെനകേടുകളുണ്ട്. അതിനായിട്ട് തന്നെ ഇവനങ്ങ് അവൻ്റെ ഒരു പന്ന പോണുമുണ്ട്. സ്തോത്രം. അപവാദമാണ് പറയാൻ. സ്തോത്രം. നാട്ടുകാരോട് അവരോട് എല്ലാം അപവാദം പറഞ്ഞില്ല. അപ്പൊ എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുന്ന അപവാദിയുണ്ട് അവിടെ. അങ്ങനെ അപവാദിയാകുന്ന പിശാച് എനിക്ക് നിങ്ങൾക്കുമെതിരെ അപവാദം പറയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും.